മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പാഠം നിങ്ങളെല്ലാവരും പഠിച്ചോ? പാഠത്തിന്റെ പേരെന്താണ്? ബീർബൽ. ബീർബലിനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്തുകൊണ്ടാണ് ബീർബലിനെ ഇഷ്ടമായത്? അദ്ദേഹത്തിൽ എന്ത് ഗുണമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ബുദ്ധിശക്തി. ബുദ്ധിശക്തിയാണ് ബീർബലിനെ പ്രശസ്തനാക്കിയത്. ഇനി നമ്മുടെ അടുത്ത പാഠം അണ്ണാൻ കുഞ്ഞു തന്നാലായത്. ഇതൊരു രാമായണ കഥയാണ്. രാമായണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ പുരാണ കൃതിയാണ് രാമായണം. ഭാരതത്തിന്റെ ഇതിഹാസ കാവ്യങ്ങൾ ഏതൊക്കെയാണ്? രാമായണവും മഹാഭാരതവും. രാമായണം എഴുതിയതാരാണ്? വാത്മീകി. മഹാഭാരതം എഴുതിയതോ വേദവ്യാസൻ. രാമായണം എന്ന് പറഞ്ഞാൽ രാമന്റെ യാത്ര, അതാണ് രാമായണം. ഇനി നമുക്ക് രാമൻ ആരാണെന്ന് അറിയണ്ടേ? ദശരഥ മഹാരാജാവിന്റെ മൂത്ത പുത്രനാണ് രാമൻ. ദശരഥ മഹാരാജാവിന് 4 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്താള് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ കൗസല്യയുടെ മകനാണ് രാമൻ. രാമൻ സാധാരണ പുത്രനല്ല, വിഷ്ണുവിന്റെ അംശാവതാരമാണ്. രാമനും ലക്ഷ്മണനും അനുജന്മാരും വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു അയോധ്യയിൽ കഴിഞ്ഞിരുന്നത്. അവരുടെ കുട്ടിക്കാലം വളരെ മനോഹരമായിരുന്നു. ആ സമയത്താണ് വിശ്വാമിത്ര മഹർഷി അയോധ്യയിലേക്ക് വരുന്നത്. അദ്ദേഹം ദശരഥ മഹാരാജാവിനെ കണ്ട് രാമനെയും ലക്ഷ്മണനെയും എന്റെ കൂടെ ഒന്ന് വിട്ടയക്കുമോ എന്ന് ചോദിച്ചു. എന്തിനാണ്? രാക്ഷസന്മാരെ മഹർഷിമാർക്ക് യാഗം ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അവരെ, അതായത് മഹർഷിമാരെ സഹായിക്കാനാണ് രാമനെയും ലക്ഷ്മണനെയും എന്റെ കൂടെ വിടുമോ എന്ന് ചോദിച്ചത്. കുട്ടികളായ ഇവരെ വിട്ടുകൊടുക്കാൻ ദശരഥ മഹാരാജാവിന് വിഷമം തോന്നി. എങ്കിലും മഹർഷിയുടെ ആവശ്യപ്രകാരം രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞുവിട്ടു. അവരങ്ങനെ യാത്രയിൽ ഒരു കാട്ടിലൂടെ പോവുകയായിരുന്നു. അവിടെ വെച്ച് ആദ്യം താടക എന്ന രാക്ഷസി ഇവരെ ഉപദ്രവിക്കാൻ നോക്കി. രാമൻ താടകയെ വധിച്ചു. താടകയുടെ സഹോദരന്മാരെയും വധിച്ചു. അങ്ങനെയുള്ള യാത്രയിൽ അവർ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ജനക മഹാരാജാവിന്റെ മിഥിലാപുരയിൽ എത്തിച്ചേർന്നു. മിഥിലാപുരയിൽ ആ സമയത്ത് സീതയുടെ സ്വയംവരം നടക്കുകയാണ്. ശ്രീരാമനും ഈ സ്വയംവരത്തിൽ പങ്കെടുത്തു. ത്രയംബകം വില്ല് ഒടിക്കുന്നത് ആരാണോ അവരായിരിക്കും സീതയുടെ വരൻ എന്നാണ് ജനക മഹാരാജാവ് പറഞ്ഞത്. ശ്രീരാമൻ ത്രയംബകം വില്ലൊടിച്ച് സീതയെ സ്വന്തമാക്കി. സീതയെയും കൂട്ടി ശ്രീരാമൻ തന്റെ രാജ്യമായ അയോധ്യയിലേക്ക് വന്നു. പിന്നീട് സന്തോഷപൂർണമായ നാളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ദശരഥ മഹാരാജാവ് ശ്രീരാമനെ യുവരാജാവാക്കാൻ തീരുമാനിച്ചു. തനിക്ക് പ്രായാധിക്യമാണല്ലോ, തന്റെ മകനായ ശ്രീരാമൻ ഇനി രാജ്യം ഭരിക്കട്ടെ. ആ ജനങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണ്. ശ്രീരാമൻ രാജാവാകുന്നത് ജനങ്ങളുടെ സ്വപ്നമാണ്. അങ്ങനെ ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നാട് മുഴുവൻ നടന്നു. ആ സമയത്താണ് കൈകേയി ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. തന്റെ മകനായ ഭരതനെ രാജാവാക്കണമെന്നും ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും ആയിരുന്നു കൈകേയിയുടെ ആവശ്യം. ദശരഥ മഹാരാജാവ് ആകെ തളർന്നു. ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കുകയോ? ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന പിതാവിന്റെ അടുത്തേക്ക് ശ്രീരാമൻ വന്നു പറഞ്ഞു, അച്ഛന്റെ വാക്ക് പാലിക്കുക എന്നത് മകന്റെ കടമയാണ്, കർത്തവ്യമാണ്. അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഭരതൻ നന്നായി രാജ്യം ഭരിക്കും. ഞാൻ കാട്ടിലേക്ക് പോയിക്കൊള്ളാം. അങ്ങനെ ശ്രീരാമൻ സീതയെയും ലക്ഷ്മണനെയും കൂട്ടി കാട്ടിലേക്ക് പോകും. ആ കാട്ടിൽ രാക്ഷസന്മാരുണ്ട്, ഒരുപാട് മൃഗങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു കാട്ടിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒക്കെ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലങ്കാധിപനായ രാവണൻ അവിടെ വന്നു. സീതയെ കാണുന്നുണ്ട്.
സീതയെ എങ്ങനെയെങ്കിലും ലങ്കയിലേക്ക് കൊണ്ടുപോകണമെന്ന് രാവണൻ തീരുമാനിച്ചു. ലങ്കാധിപനായ രാവണൻ സുന്ദരിയായ സീതയെ അപഹരിച്ചുകൊണ്ട് ലങ്കയിലേക്ക് പോയി. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അണ്ണാറക്കണ്ണ തൊണ്ണൂറംവാല കണ്ണൂരിൽ പോയി വെണ്ണീറ് വാങ്ങി, വണ്ണത്തിൽ വരച്ചത് നെറ്റിയിലല്ല മുതുകിലാണ്. ഈ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കവിത നിങ്ങൾക്ക് ഇഷ്ടായോ? അണ്ണാറക്കണ്ണെ പറ്റിയിട്ട് ഒരു ചൊല്ലുമുണ്ട്, അണ്ണാറക്കണ്ണ തന്നാലായത്. ഈ ചൊല്ലിന് അനുബന്ധമായൊരു കഥയുണ്ട്. ആ കഥ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഈ പാഠഭാഗത്തിലൂടെ ആ കഥയെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ നമുക്ക് പഠിക്കാം. പാഠം 3, അണ്ണാറ കുഞ്ഞും തന്നാലായത്. അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നത് പ്രസിദ്ധമായ ഒരു ചൊല്ലാണ്. ആ ചൊല്ലിന്റെ പിന്നിൽ ഒരു പുരാണ കഥയുണ്ട്. രാവണൻ രാമപത്നിയായ സീതയെ തട്ടിക്കൊണ്ടുപോയി. വാനരന്മാർ നടത്തിയ അന്വേഷണത്തിൽ ഹനുമാൻ ലങ്കയിലെത്തി സീതയെ കണ്ടെത്തി. അവിടെ നിന്ന് തിരികെ എത്തിയ ഹനുമാൻ മറ്റു വാനരന്മാരോടുകൂടി സമുദ്രം താണ്ടി ലങ്കയിൽ എത്തുന്നതിനെപ്പറ്റി ആലോചിച്ചു തുടങ്ങി. അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നത് പ്രസിദ്ധമായ ഒരു ചൊല്ലാണ്. ആ ചൊല്ലിന്റെ പിന്നിൽ ഒരു പുരാണ കഥയുണ്ട്. രാവണൻ, ആരാ രാവണൻ? ലങ്കാധിപനാണ്. ലങ്കയിലെ രാജാവാണ് രാവണൻ. രാമപത്നിയായ സീതയെ തട്ടിക്കൊണ്ടുപോയി. ശ്രീരാമന്റെ ഭാര്യയാണ് സീതാദേവി. സീതാദേവിയെ ശ്രീരാമനിൽ നിന്ന് ആര് തട്ടിക്കൊണ്ടുപോയി? രാവണൻ തട്ടിക്കൊണ്ടുപോയി. തന്റെ ലങ്കയിലേക്ക് കൊണ്ടുപോയി. സീതയെ അന്വേഷിക്കാൻ ശ്രീരാമനും അനുജനായ ലക്ഷ്മണനും വാനരസംഘങ്ങളും ഒക്കെ കൂടി ലങ്കയിലേക്ക് പോകുകയാണ്. ഹനുമാൻ ലങ്കയിലെത്തി സീതയെ കണ്ടെത്തി. ആദ്യം പോകുന്നത് ആരാണ്? വാനരനായ ഹനുമാനാണ്. സുഗ്രീവിന്റെ മന്ത്രിയാണ് ഹനുമാൻ. ആ കഥ നിങ്ങൾക്കറിയാലോ. അപ്പൊ ഹനുമാൻ സീതയെ കണ്ടെത്താനായി ആദ്യം ലങ്കയിലെത്തി. അവിടെ നിന്ന് തിരികെ എത്തിയ ഹനുമാൻ മറ്റു വാനരന്മാരോടുകൂടി സമുദ്രം താണ്ടി ലങ്കയിൽ എത്തുന്നതിനെപ്പറ്റി ആലോചിച്ചു. അപ്പൊ ആദ്യം ഹനുമാൻ പോയി. ഹനുമാനെ സമുദ്രം ചാടിക്കിടക്കാനുള്ള കഴിവുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ലങ്കയിലെത്തുക? സീതാദേവി എങ്ങനെയാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് ശ്രീരാമനെ ഏൽപ്പിക്കുക എന്നതിനെപ്പറ്റി അവിടെയുള്ള വാനരൻ എന്ന് പറഞ്ഞാൽ ആരാ? കുരങ്ങന്മാരുമായിട്ട് ഒരു ചർച്ച നടത്തുകയാണ്. അപ്പോൾ ഈ പാഠഭാഗം നമുക്ക് ഇവിടെ വെച്ച് കഴിയുകയാണ്. ഇനി ബാക്കി കഥകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ പാഠഭാഗത്തോടനുബന്ധിച്ചിടുന്ന യൂട്യൂബ് വീഡിയോ കാണണം. നോട്ട്സ് എഴുതിയെടുക്കണം. ടെസ്റ്റ് പേപ്പർ എഴുതണം. ടെസ്റ്റ് പേപ്പർ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സും പേരും എഴുതിയിരിക്കണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.